ജയ്കോ ജുവൽസ്, പോത്താനിക്കാട്, തൊടുപുഴ, കോതമംഗലം. ജയ്കോ ഗോൾഡ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിൽ ഡീലേഴ്സിന്റെ സഹോദര സ്ഥാപനം. ഏനാനെല്ലൂർ ലയൺസ് ക്ലബിന് ചരിത്ര നേട്ടം. ആദ്യ വനിതാ പ്രസിഡന്റ് റാണി ജിജു ചുമതലയേറ്റു. സേവന പദ്ധതിയായ ക്യാൻസർ കെയർ മൂവാറ്റുപുഴ നഗരസഭാ ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണി ഉദ്ഘാടനം ചെയ്തു. ഏനാനെല്ലൂർ ലയൺസ് ക്ലബിന്റെ പുതിയ ഭരണസമിതിയുടെ സ്ഥാനാരോഹണവും ഈ വർഷത്തെ സേവന പദ്ധതികളുടെ പ്രവർത്തന ഉദ്ഘാടനവും നടന്നു. ലയൺസ് ക്ലബ്ബ് ഹാളിൽ നടന്ന ചടങ്ങിൽ പ്രൊഫസർ മോനമ്മ കൊക്കാട് പുതിയ ഭാരവാഹികളെ സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്ത് അധികാരമേൽപ്പിക്കുകയും ക്ലബിലേക്ക് പുതുതായി കടന്നുവന്ന അംഗങ്ങളെ സ്വാഗതം ചെയ്യുകയും ചെയ്തു. ജൂലൈ 2 ഞാൻ മനോരമ പത്രത്തിൽ ഒരു വാർത്ത വായിച്ചു. ഏനാനെല്ലൂർക്കാരിയായ 6 മാസം പ്രായമുള്ള മിയ എന്ന കുഞ്ഞിന് ഒരു അപൂർവ രോഗം വന്നിട്ട് 16.5 കോടി രൂപ വേണമായിരുന്നു. അത് 16.5 കോടിയും സംഭരിച്ചു ആ കുഞ്ഞിൻ്റെ രോഗത്തിന് ഒരു പരിഹാരമായിട്ട് എന്നൊരു വാർത്ത. നിങ്ങൾ എത്ര പേര് ആ വാർത്ത അറിഞ്ഞു? അതിൽ പങ്കാളികളായി? എല്ലാവരുമാണ്. 3 ദിവസം കൊണ്ട് പിന്നെ അത് സ്റ്റോപ്പ് ചെയ്യും. ഏനാനെല്ലൂരിനെ പറ്റി ഞാൻ അഭിമാനിക്കുന്നു. നിങ്ങൾ ലോകത്തിനൊരു അനുഗ്രഹമാണ്. നിങ്ങളിൽ പലരും അതിന് പങ്കാളികളായി കാണും. ക്ലബ്ബ് പ്രസിഡന്റ് ലിബിൻ ബേബി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ക്ലബിന്റെ അഭിമാനകരമായ സേവന പദ്ധതിയായ ക്യാൻസർ കെയർ മൂവാറ്റുപുഴ മുനിസിപ്പൽ ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണി ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികൾക്കുള്ള സ്കൂൾ ബാഗുകളുടെ വിതരണോദ്ഘാടനം റീജിയണൽ ചെയർപേഴ്സൺ സന്തോഷ് കുമാർ നിർവഹിച്ചു. സംസ്ഥാനതല അവാർഡ് നേടിയ പൈനാപ്പിൾ കർഷകൻ സിബി ജോർജിനെ ഡെപ്യൂട്ടി കളക്ടർ രഞ്ജിത്ത് ജോർജ് ആദരിച്ചു. ഏനാനെല്ലൂർ ലയൺസ് ക്ലബിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു വനിതാ പ്രസിഡന്റ് അധികാരമേൽക്കുന്നത് എന്നത് ഈ വർഷത്തെ പ്രത്യേകതയാണ്. റാണി ജിജു പ്രസിഡന്റായി ചുമതലയേറ്റു. അനീഷ് കരുണാകരൻ സെക്രട്ടറിയായും ബെന്നി തോമസ് ട്രഷററായും ചുമതലകൾ ഏറ്റെടുത്തു. വിമൻസ് ഫോറത്തിന്റെ ഭാരവാഹികളായി ജാൻസി ജോർജ് പ്രസിഡന്റ്, ഷിനി വിനോദ് സെക്രട്ടറി, രശ്മി ബിനോയ് ട്രഷറർ എന്നിവരും സ്ഥാനമേറ്റു. ചടങ്ങിൽ സെക്രട്ടറി അനീഷ് കരുണാകരൻ, ഫ്രാൻസിസ് ആൻഡ്രോസ്, ഷാജി എം കുര്യൻ, ജാൻസി ജോർജ്, ബെന്നി തോമസ് എന്നിവർ പ്രസംഗിച്ചു. വരും വർഷങ്ങളിൽ കൂടുതൽ ജനക്ഷേമകരമായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുമെന്ന് പുതിയ ഭരണസമിതി വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, മൂവാറ്റുപുഴ ന്യൂസ്. കോതമംഗലം രൂപതയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം വിശ്വജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് വാഴക്കുളം. ഓട്ടോണമസ് പദവിയുടെ തിളക്കത്തിൽ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് 1/4 നൂറ്റാണ്ടിന്റെ പാരമ്പര്യം. NBA, NAT അക്രഡിറ്റേഷനുകൾ, മൾട്ടിനാഷണൽ കമ്പനികളിലടക്കം മികച്ച പ്ലേസ്മെന്റ്, അന്തർദേശീയ നിലവാരമുള്ള ലാബുകൾ, അക്കാദമിക് എക്സലൻസിനോടൊപ്പം വൈവിധ്യമാർന്ന പാഠ്യേതര പ്രവർത്തനങ്ങൾ, BTech കോഴ്സുകൾ, MBA, ആഗോള തൊഴിൽ സാധ്യതകളുമായി ഹോട്ടൽ മാനേജ്മെന്റ് ആൻഡ് കാറ്ററിംഗ് ടെക്നോളജി. സിൽവർ ജൂബിലിയുടെ നിറവിൽ അക്കാദമിക് മികവിന്റെ 25 വർഷങ്ങൾ പിന്നിടുന്ന വിശ്വജ്യോതിയോടൊപ്പം നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കൂ.